ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റിൽ ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ നാരങ്ങയോ ഫ്രൂട്ട്സോ ഒന്നും ചില സമയത്ത് ഉണ്ടായിന്ന് വരില്ല. ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വെള്ളമാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഈ വെള്ളം നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ അവിടെ ഒരു തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് വിരുന്നേരൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ ഒരു മുറി തേങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കി നോക്കാം, വെള്ളം ഉണ്ടാക്കി കുടിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിതാ അവിടെ ഒരു തേങ്ങ ചിരകിയത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയാണ്. അപ്പം ഞാനിത് അവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഞാൻ അതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ടുകൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു 5-6 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതിൽ ഏലക്കായൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഏലക്കായൻ്റെ കുരു അതിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ കിട്ടും. അപ്പോൾ നമ്മളിതാ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് പുതിനയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് ഞാൻ വെള്ളത്തിൽ വെച്ച് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത തേങ്ങ ഉണ്ടല്ലോ, അത് നമ്മൾ നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തതിലേക്ക് ഈ പുതിനയില ഇട്ടെടുക്കാം. അപ്പോൾ നന്നായി കഴുകിയിട്ടുള്ളത് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഈ പുതിനയില ഇതിലിട്ടെടുത്താൽ ഇതിൻ്റെ ഒരു കളറ് ചെറുതായിട്ടൊന്ന് മാറി വരും. ഒരു നല്ലൊരു പിസ്തൻ്റെ ഒരു കളറ് കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് അത് ചേർക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാനതിലേക്ക് പുതിനയില ഇട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തരിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാ ഞാനിവിടെ തരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തേങ്ങ ഇതിൻ്റെ മേലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഇതൊന്ന് നമുക്ക് മുഴുവനായിട്ട് ഇത് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഇതൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 2 പ്രാവശ്യം അതുപോലെ അടിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് ഇതാ തരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കസുകസ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ കിടന്ന് കുതിർന്നതിന് ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് മധുരം നോക്കാം. ഞാനിവിടെ ഒരു തവിയിലാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 തവി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ പഞ്ചസാര ഇട്ടുകൊടുത്ത് നല്ലൊരു വെള്ളം ഇവിടെ സൂപ്പർ ടേസ്റ്റുള്ളൊരു വെള്ളം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് റെസിപ്പിയാണ്. വേനൽക്കാലം കഴിയാറായി, പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കി കുടിച്ച് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.